ഒരിക്കൽ മാധവിക്കുട്ടി പറയുകയുണ്ടായി, ഈ സംഗീതം എന്ന് പറയുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, ആ സംഗീതത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾക്ക് സംഗീതത്തിൽ വലിയ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. കാരണം ആ പാട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ത്വക്കുകൾ, നമ്മളെ രോമങ്ങൾ അതെല്ലാം നമുക്കതിന് ഉത്തരം തരും. കാരണം നമുക്ക് രോമാഞ്ചമുണ്ടാകും. നമ്മളെ ചിന്തകൾ, നമ്മളെ വികാരങ്ങൾ ഒന്നുകൂടെ ഉത്തേജിക്കപ്പെടും. അപ്പം അങ്ങനെ നിരവധി അവസ്ഥകളുണ്ട് ഈ സംഗീതത്തിന് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചില പാട്ടുകൾക്ക്, ഒരു പാട്ട് കേട്ടിട്ട് ആ പാട്ട് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, ഉത്തേജിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പല രീതിയിലും ഗാനങ്ങൾക്ക്, പാട്ടുകൾക്ക് നമ്മളുടെ വികാരങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ കടന്നു വന്ന, ഈ അടുത്ത കാലത്ത് കടന്നു വന്ന ഒരു വല്ലാത്തൊരു ഗാനമുണ്ട് എന്നുള്ളതാണ്. ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച സ്പിരിറ്റ് എന്ന സിനിമയിലെ മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, ആ ഒരു പാട്ട് അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു സാധാരണ എഴുത്തല്ല. ഇതൊരു സാധാരണ എഴുത്തുകാരനോ സാധാരണ കവിക്കോ സാധാരണ ഗാനരചയിതാവിനോ എഴുതാൻ പറ്റിയൊരു പാട്ടല്ല. അത് സംഭവിക്കുന്നതാണ്. അതൊരിക്കലും സംഭവിപ്പിച്ചതല്ല എന്നുള്ളതാണ്. അത്രയും തീവ്രമായിട്ട് ഉള്ളിൽ പൊള്ളിക്കിടക്കുന്ന വേദനകളുടെ ഒരു പ്രതിഫലനമായിട്ടാണ് ഒരുപക്ഷെ ആ പാട്ട് വന്നിട്ടുണ്ടായിരിക്കുക. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിൻ ഗന്ധമുണ്ടായിരിക്കണം, അല്ലെ? ഒടുവിലായിട്ട് അകത്തേക്ക് ശ്വാസം വലിക്കുമ്പോൾ അതിൽ നിൻ്റെ മണമുണ്ടാകണം, നിൻ്റെ ആ ഒരു ഗന്ധമുണ്ടാകണം. നമുക്കൊരു കവിക്ക് പറയാൻ കഴിയുക എന്ന് പറയുന്നത് ആ കവിയുടെ ഉള്ളിൽ തീവ്രമായിട്ട് കത്തിക്കെടുക്കുന്ന വികാര വേലിയേറ്റങ്ങളുടെ വിസ്ഫോടനമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ഒരു നോർമൽ അവസ്ഥയിൽ ഒരു കവിക്ക് ആ വിസ്ഫോടനമില്ലാതെ ഒരു കവിക്കും ഒരു ഗാനരചയിതാവിനും അത്തരത്തിലുള്ള പാട്ട് എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ്. ചലച്ചിത്ര ഗാന ശാഖയെ സമ്പന്നമാക്കിയ ഒരാളാണ് റഫീഖ് അഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കവിതയും ഗാനങ്ങളും അടങ്ങിയ ഒരു പുസ്തകം ഈ അടുത്ത് പുറത്തു വരികയുണ്ടായിട്ടുണ്ട്. പറയൂ പ്രണയമേ എന്ന പേരിൽ HNC ബുക്സ് പുറത്തിറക്കിയ ഈ ഒരു പുസ്തകമാണത്. പറയൂ പ്രണയമേ. മനോഹരമായി അദ്ദേഹം പല ഘട്ടങ്ങളിലും എഴുതപ്പെട്ട ഗാനങ്ങൾ ക്രോഡീകരിച്ചിരിക്കുകയാണ് ഇതിലൂടെ എന്നുള്ളതാണ്. ഇതിൽ നിലാവിൽ നുറുങ്ങുപോലെ ആത്മാവിൽ കലരുന്ന ചാരുഗീതങ്ങളുടെ സമാഹാരം, കവി ഇതുവരെ പാടുവാനായി ഹൃദയത്തിൽ കരുതിയ ലോലനാദങ്ങൾ സ്നേഹമധുര സ്മൃതികളായി പൊതിയുന്നു. പ്രേമവും കാമവും വിരഹവും വിഷാദവും വാത്സല്യവും ഒക്കെ ചേർന്ന് ഈ കാവ്യ ശരീരങ്ങൾക്ക് രൂപവും ഭാവവും പകരുന്നു. ഏകാന്തജാലകം തേടി വന്നെത്തുന്ന മിന്നാമിനുങ്ങളാണിവ, ഉയിരിലെ മുറിവുകളിൽ തൂവൽ തുണുന്നവ. സംഗീതാത്മകം, ഗാനാത്മകം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മളുള്ളിലേക്ക് ആ പാട്ടുകൾ ഇങ്ങനെ കടന്നു വരികയാണ് ചെയ്യുന്നത്. അതിനെ ഒരു പുസ്തക രൂപത്തിലാക്കി നമ്മൾക്ക് സ്വയം മൂളാനും നമുക്ക് സ്വയം ഒന്ന് വായിക്കാനും കഴിയുന്ന അത്രയും മനോഹരമായ 48 കവിതകൾ. വിഷമൂർച്ചയാൽ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു കവിത ഉണ്ട്. വിഷമൂർച്ചയാൽ ഇന്നീ വിരഹ സായന്തനം, ഇരുളിലേക്കിടറി വീണു, ഇന്നീ ഇരുളിലേക്കിടറി വീണു, ഹിമചഷകം നിറച്ച മൃത്യുമായി എൻ്റെ മുന്നിൽ, പനിമതി നീ വരുമോ വീണ്ടും, പനിമതി നീ വരുമോ, ഇലകളിൽ ഹരിതമൊഴിയുമ്പോൾ വെയിലിന് നിർവൃതിയാവുമെന്നോ. ഈ പാട്ട് എങ്ങനെയെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ വരികളിങ്ങനെ വായിക്കുമ്പോൾ വിഷമൂർച്ചയാൽ ഇന്നീ വിരഹസായന്തനം, ഇരുളിലേക്കിടറി വീണു, ഹിമചഷകം നിറച്ചു മൃത്യുമായി എൻ്റെ മുന്നിൽ, പനിമതി നീ വീണ്ടും വരുമോ. വാക്കുകൾക്ക് നാദമുണ്ട്, വായിക്കാൻ പഠിക്കേണ്ടതുണ്ട്. വായന എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ഒരു ഗിറ്റാർ വായിക്കണമെങ്കിൽ പഠിക്കണം, ഒരു ഹാർമോണിയം വായിക്കണമെങ്കിൽ പഠിക്കണം, ഒരു ഫ്ലൂട്ട് വായിക്കണമെങ്കിൽ പഠിക്കണം, ഒരു പുസ്തകം വായിക്കണമെങ്കിലും പഠിക്കണം. പുസ്തകം വായിക്കാൻ പഠിക്കണം. വാക്കുകളും അക്ഷരങ്ങളും ഭാഷയും പഠിച്ചാൽ പോരാ, പുസ്തകം വായിക്കാൻ പഠിക്കണം. വാക്കുകൾക്ക് നാദമുണ്ട് എന്നുള്ളൊരറിവുണ്ടാകണം. ആ നാദത്തിന് ശക്തിയുണ്ട് എന്നുള്ളൊരറിവുണ്ട്. ആ ശക്തി മനുഷ്യനെ പല രീതിയിൽ സ്വാധീനിക്കുമെന്നുള്ളതാണ്. വാക്കുകൾ അത് ചെന്ന് തറക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണോ അതുപോലെയായിരിക്കും പ്രതികരണം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും റഫീഖ് അഹമ്മദിൻ്റെ പറയൂ പ്രണയമേ എന്ന് പറയുന്ന മനോഹരമായ ഈ കാവ്യശില്പം എങ്ങനെ തന്നെ വിളിക്കാം നമുക്കിതിനെ പ്രിയമാണ്. കാരണം ഇത് വായിച്ചിട്ട് ഞാൻ വീണ്ടും വായിച്ചു, 1-2 പ്രാവശ്യമൊക്കെ ഞാൻ വീണ്ടും ആവർത്തിച്ച് വായിച്ചു. കാരണം എനിക്ക് ഈ വാക്കുകളെ ഇങ്ങനെ ക്രമാത്മകമായ അളവിൽ അതിൻ്റെ ഒരു
ഛന്ദസ്സ് നഷ്ടപ്പെടാതെ ഇങ്ങനെ കൂട്ടിയോജിച്ച് പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. അത് വല്ലാതെ നമ്മൾ ആസ്വദിപ്പിക്കും എന്നുള്ളതാണ്.